നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. നമുക്ക് ഏറെ ആരോഗ്യഗുണമുള്ള ഒന്നാണ് പപ്പായ. പഴുത്ത പപ്പായ കഴിക്കുന്നത് ഏറ്റവും നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ്. 11/11/2025 ഏറം കാർഷിക വിപണിയിൽ 1 കിലോ പപ്പായയുടെ വില എന്ന് പറഞ്ഞാൽ പഴുത്തത് 30 രൂപയായിരുന്നു. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല ഇച്ചിയുടെ വില കൂടും. കാര്യം അവർക്ക് അതിൻ്റെ ലാഭം എടുത്താണ് കച്ചവടം ചെയ്യുന്നത്. നമ്മുടെ അടുക്കളയിലെ ഒരു നിത്യ ഘടകം തന്നെയാണ്. കാര്യം തോരൻ വെക്കാനും മറ്റും ഇത് ഏറ്റവും നല്ലതാണ്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്തെ പാവപ്പെട്ട സ്ത്രീകൾക്ക് വമ്പൻ കോളാണ്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള അമ്മമാർക്ക് 1000 രൂപയാണ് പെൻഷൻ കൊടുക്കാൻ പോകുന്നത്. റേഷൻ കാർഡ് മഞ്ഞയോ പിങ്കോ ആയിരിക്കണമെന്നുള്ള മറ്റ് മാനദണ്ഡമാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അർഹത നേടുന്നത് സംബന്ധിച്ച് പൊതു മാനദണ്ഡങ്ങൾ കേരള സർക്കാർ പുറത്തിറക്കി. 1000 രൂപയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഗുണഭോക്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകാമെന്ന് ഉത്തരവിൽ പറയുന്നു. നിലവിൽ 35-നും 60-നും വയസ്സുള്ളവർ മറ്റ് പെൻഷനൊന്നും വാങ്ങിക്കരുത്. റേഷൻ കാർഡ് മഞ്ഞയോ പിങ്കോ ആയിരിക്കണം. പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ ഡ്രൈവിംഗ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എന്നിവ ഏതെങ്കിലും ഒന്നിന് ഹാജരാക്കാം. 35 കഴിഞ്ഞവർക്കും 35 ആയവർക്കും ഇത് അയക്കാം. സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവരും ആയിരിക്കണം. പദ്ധതിയുടെ പ്രതിമാസ ആനുകൂല്യം 1000 രൂപ തന്നെ ആയിരിക്കും. ഈ ആനുകൂല്യം ലഭിക്കാത്തവരെന്ന് പറഞ്ഞാൽ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ, വിവിധതരം സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള കുടുംബ പെൻഷൻ, EPF പെൻഷൻ മുതലായവ ലഭിക്കുന്നവർ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. എല്ലാ ഗുണഭോക്താക്കളും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന അതിൻ്റെ കൂടെ നൽകണം. ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് യാതൊരു അർഹതയും ഉണ്ടായിരിക്കില്ല. സംസ്ഥാനത്തിനകത്തു നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ്, കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾ, പദ്ധതികൾ, സർവകലാശാലകൾ, മറ്റ് സ്വയംഭരണ ഗ്രാൻഡ് ഇൻ ഗൈഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിര കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോടുകൂടി ആനുകൂല്യത്തിനുള്ള അർഹത ഉടനെ ഇല്ലാതാകും. സ്ത്രീകൾക്ക് നല്ലൊരു അവസരമാണ്. ഈ പൈസ ഉപയോഗിച്ച് അവരുടെ കാര്യങ്ങൾ മറ്റും നടക്കുമല്ലോ. അതിൻ്റെ സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ ഏറ്റവും നല്ലൊരു വാഗ്ദാനമാണ് ഇത്. പ്രകടന പത്രികയിലെ പല വാഗ്ദാനങ്ങളും സർക്കാർ നിറവേറ്റി. അതുകൊണ്ടാണ് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. ഇങ്ങനെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത്. COVID-19 പിടിച്ചുകെട്ടാനും ജനങ്ങളെ ചേർത്ത് പിടിക്കാനും സർക്കാർ വളരെ മുൻകൈയെടുത്തു. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെ നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.